നമസ്കാരം ടിസിവി പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോവിഡ് വർധനവിൽ ആശങ്കയോടെ ജില്ല. കോവിഡ് പോസിറ്റീവായവരുടെ എണ്ണം 500 കടന്നതോടെയാണ് ആശങ്കയേറിയത്. 700 കടന്ന ഇന്ന് കോവിഡ് രോഗികൾ. രോഗം സംസ്ഥാനത്ത് ഇന്ന് 6986 പേർക്ക്. മന്ത്രി കെ ടി ജലീൽ മന്ത്രിയായി തുടരാൻ അർഹതയില്ലെന്നാരോപിച്ച് UDYF തവനൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ചമ്രവട്ടത്ത് പ്രകടനം നടത്തി. ചമ്രവട്ടം പാലം ഉപരോധിച്ചു. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി വെട്ടം പഞ്ചായത്ത് 15-ാം വാർഡ് പടിയം പ്രദേശത്ത് മത്സ്യകൃഷി വിളവെടുപ്പ് നടത്തി. വിങ്സ് ഓഫ് പാലച്ചുരമാടിന്റെ നേതൃത്വത്തിൽ സൗജന്യ PSC ഓൺലൈൻ രജിസ്ട്രേഷൻ ക്യാമ്പുകൾക്ക് തുടക്കമായി. വിശദമായ വാർത്തകളിലേക്ക്. കോവിഡ് വർധനവിൽ ആശങ്കയോടെ മലപ്പുറം ജില്ല. കോവിഡ് പോസിറ്റീവായവരുടെ എണ്ണം 500 കടന്നതോടെയാണ് ആശങ്കയേറിയത്. മാർച്ച് മാസത്തിൽ 100-ൽ താഴെ മാത്രമായിരുന്ന കോവിഡ് കേസുകളാണ് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നത്. ജില്ലയിൽ കോവിഡ് പോസിറ്റീവായവരുടെ എണ്ണം വീണ്ടും 500 കടന്നു. കഴിഞ്ഞ ദിവസം 549 പേരാണ് കോവിഡ് പോസിറ്റീവായത്. മാർച്ച് 22-ന് 100-ൽ താഴെയായിരുന്നു കോവിഡ് പോസിറ്റീവായവരുടെ എണ്ണം. അതിനുശേഷമാണ് കോവിഡ് പോസിറ്റീവായവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പോസിറ്റീവായവരിൽ 528 പേർക്കും നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് രോഗം പകർന്നിട്ടുള്ളത്. ഉറവിടമറിയാതെ രോഗബാധിതരായവർ 9-ഉം വിദേശത്തു നിന്നെത്തിയ 4 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 8 പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ജില്ലയിൽ കഴിഞ്ഞ ദിവസം 304 പേരാണ് രോഗമുക്തരായത്. 2010 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. രോഗവ്യാപന നിരക്ക് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. കോവിഡ് 2-ാം ഘട്ടത്തിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് 45 വയസ്സിന് മുകളിൽ ഉള്ളവരിലാണ്. അതിനാൽ ഈ പ്രായക്കാർക്ക് വാക്സിനേഷൻ ഉറപ്പുവരുത്തണമെന്നും വീടുകളിൽ നിന്ന് പുറത്തേക്ക് പോയി പൊതുസമ്പർക്കത്തിൽ ഏർപ്പെടുന്നവരും കോവിഡ് ബാധ തടയാനുള്ള മുൻകരുതലുകൾ എടുക്കണം. ജില്ലയിൽ 700 കടന്ന കോവിഡ് രോഗികൾ. രോഗം സ്ഥിരീകരിച്ചത് 728 പേർക്ക്. നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ 695 പേർക്ക് രോഗം ബാധിച്ചു. ഉറവിടമറിയാത്ത രോഗബാധിതർ 10. രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നത് 2682 പേർ. ആകെ നിരീക്ഷണത്തിലുള്ളത് 19667 പേർ. ഇന്ന് രോഗമുക്തരായത് 265 പേർ. മലപ്പുറം ജില്ലയിൽ കോവിഡ് രോഗബാധിതരുടെ എണ്ണം ഇന്ന് 700 കടന്നു. ഇന്ന് 728 പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സക്കീന അറിയിച്ചു. നേരത്തെ രോഗം സ്ഥിരീകരിച്ചവരുമായുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ 695 പേർക്കും ഉറവിടമറിയാതെ 10 പേർക്കുമാണ് ഇന്ന് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. മുൻ ദിനങ്ങളെ അപേക്ഷിച്ച് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ജില്ലയിലെത്തുന്നവരിലും രോഗബാധ കൂടിയിട്ടുണ്ട്. ഇന്ന് മാത്രം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 19 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കൂടാതെ വിദേശത്ത് നിന്നെത്തിയ 4 പേർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 19,667 പേരാണ് ഇപ്പോൾ ജില്ലയിൽ നിരീക്ഷണത്തിലുള്ളത്. 2,682 പേർ വിവിധ ചികിത്സാ കേന്ദ്രങ്ങളിലായി നിരീക്ഷണത്തിൽ കഴിയുകയാണ്. രോഗവ്യാപനം കൂടുന്ന സാഹചര്യത്തിൽ കൃത്യമായ ആരോഗ്യ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ആവർത്തിച്ച് അഭ്യർത്ഥിച്ചു. കോവിഡ് വാക്സിൻ സ്വീകരിക്കുന്നവരും ആരോഗ്യ ജാഗ്രത ഉറപ്പാക്കേണ്ടതാണ്. വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുന്നവരും പൊതുസമ്പർക്കത്തിൽ ഏർപ്പെടുന്നവരും കോവിഡ് ബാധ തടയുന്നതിനായി മാസ്ക് ധരിക്കുന്നതുൾപ്പെടെ മുൻകരുതലുകൾ വേണമെന്നും മെഡിക്കൽ ഓഫീസർ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ഇന്ന് 6986 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിടെ 65003 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.75 ആണ്. സംസ്ഥാനത്ത് നിന്ന് 6986 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കോഴിക്കോട് 1271, എറണാകുളം 842, മലപ്പുറം 728, കോട്ടയം 666, കണ്ണൂർ 575, തിരുവനന്തപുരം 525, തൃശൂർ 423, ആലപ്പുഴ 339, പാലക്കാട് 325, കൊല്ലം 304, ഇടുക്കി 291, കാസർഗോഡ് 251, പത്തനംതിട്ട 246, വയനാട് 200 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. UK, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ എന്നീ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആർക്കും തന്നെ കഴിഞ്ഞ 24 മണിക്കൂറിനകം കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ല. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 65,003 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക് 10.75 ആണ്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 16 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 4783 ആയി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 197 പേർ സംസ്ഥാനത്ത് നിന്ന് പുറത്തുനിന്ന് വന്നവരാണ്. 6258 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 504 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 27 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത്. ഒരു ഇടവേള. മന്ത്രി കെ ടി ജലീൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് UDYF തവനൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ചമ്രവട്ടത്ത് പ്രകടനം നടത്തി. ചമ്രവട്ടം പാലം ഉപരോധിച്ചു. കാട്ടുകള്ള കെ ടി ജലീൽ
ചെമ്പ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ചോർച്ച അടക്കാനെന്ന പേരിൽ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ കബളിപ്പിക്കാനായി കൊണ്ടുവന്ന മെഷീനറികളും JCBയും ആളില്ലാത്ത നേരത്ത് വാഹനത്തിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചു ജനങ്ങളെ വഞ്ചിക്കുകയും ബന്ധുനിയമനത്തിൽ മന്ത്രി KT ജലീൽ പ്രതിയാണെന്നും മന്ത്രിയായി തുടരാൻ അർഹതയില്ലെന്ന ലോകായുക്ത വിധി വന്ന സാഹചര്യത്തിൽ മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട UDYF തവനൂർ നിയോജകമണ്ഡലം കമ്മിറ്റി ചെമ്പ്രവട്ടത്ത് പ്രകടനം നടത്തി. ഇതിന്റെ ഭാഗമായി ചെമ്പ്രവട്ടം പാലം ഉപരോധിച്ചു. ഉപരോധ സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി EP രാജീവ് ഉദ്ഘാടനം ചെയ്തു. ആദ്യമായിട്ടാണ് ഒരു മന്ത്രിയെ ലോകായുക്ത പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുക. ഒരു മന്ത്രിയെ, അതും ഞങ്ങളുടെ MLAയും ഞങ്ങളുടെ മന്ത്രിയുമായ ഞങ്ങളെ തവനൂരിലെ ജനതയെ മുന്നേ അപമാനപ്പെടുത്തി വീണ്ടും അപമാനപ്പെടുത്തിയ മന്ത്രി ഒരു ഉളുപ്പുണ്ടെങ്കിൽ ലെവലേശം ഒരു ഉളുപ്പുണ്ടെങ്കിൽ അങ്ങ് രാജിവെച്ച് പോകണമെന്നാണ് യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും ആവശ്യപ്പെടുന്നത്. കാരണം ഇനി ആകെ കുറച്ച് ദിവസമുള്ളൂ. മെയ് 2-ാം തീയതി ഒന്ന് കഴിഞ്ഞാൽ ആ വോട്ടെണ്ണി കഴിഞ്ഞാൽ തവനൂരിലെ ജനത അദ്ദേഹത്തെ എടുത്തു കളയും, ഒരു സംശയവും വേണ്ട. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മന്ത്രിയെ സംബന്ധിച്ചോളം ഇവിടെ അദീബുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചു. അദീബിന്റെ യോഗ്യത MBA ആണ്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ട യോഗ്യത എന്ന് പറയുന്നത് CS-ഉം CWSയും വേണ്ട യോഗ്യതയുള്ള 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആ ക്വാളിഫിക്കേഷനെ സ്വന്തം കുഞ്ഞാപ്പ ആയതിന്റെ പേരിൽ നിയമിച്ചതിന്റെ പേരിലാണ്. അത് PK ഫിറോസ്, പ്രിയപ്പെട്ട VKM ഷാഫി പരാതി കൊടുത്തു. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ഇന്ന് ലോകായുക്ത കണ്ടെത്തിരിക്കാൻ തെറ്റാണെന്ന് അദ്ദേഹം കൊടുത്ത മന്ത്രി കൊടുത്ത കത്ത് വരെ മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ്. ആ രീതിയിൽ സ്വന്തം കുടുംബ നിയമനം നടത്തുന്ന മന്ത്രി മാത്രമല്ല സ്വന്തം ഭാര്യയും, നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഭാര്യ ഫാത്തിമയെ പ്രിൻസിപ്പൽ നിയമനവും അനധികൃതമാണെന്ന് നമുക്ക് വ്യക്തമായി അറിയുന്ന കാര്യമാണ്. മലപ്പുറം ജില്ലാ യൂത്ത് ലീഗ് ഉപാധ്യക്ഷൻ IPA ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട കുടിവെള്ളം ഇപ്പോഴും അന്യമായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് 100 കോടിയുടെ അഴിമതിയാണ് ഈ വിഷയത്തിൽ നടന്നിട്ടുള്ളത്. മന്ത്രി ജലീലിനും അതുപോലെ തന്നെ ഇടതുപക്ഷ സർക്കാരിനും ഇതിൽ ശക്തമായിട്ടുള്ള പങ്കുണ്ട്. ആ പങ്ക് അന്വേഷിച്ചുകൊണ്ട് ഇപ്പോൾ ഇതിൽ അവസാനമായിട്ട് നമ്മൾ കണ്ടത് എല്ലാ ബഡ്ജറ്റിലും ഇതിന്റെ ചോർച്ച അടക്കുന്നതിന് വേണ്ടി ഫണ്ട് വെക്കാറുണ്ട്. അങ്ങനെ അവസാനമായിക്കൊണ്ട് 32 കോടിയുടെ ഫണ്ട് മേരി മാത എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് കൊടുത്തു. അതിന്റെ ഭാഗമായിട്ട് തെരഞ്ഞെടുപ്പിന് 4 ദിവസം മുമ്പ് ചോർച്ച അടക്കൽ ഉദ്ഘാടനം നടന്നു. പല ഉദ്ഘാടനങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ജലീലിനെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് വേണ്ടിയും ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയും കുഞ്ഞിപ്പ ഹാജി കാലടി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ഷഫീഖ് കൈമലശ്ശേരി, ജംഷീർ കൈനിക്കര, സിറാജ് പത്തിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജില്ലയിൽ കോഴിയിറച്ചി വില കുതിച്ചുയർന്നു. കിലോയ്ക്ക് 165 രൂപയിലധികം വിൽക്കാൻ പാടില്ലെന്നാണ് അധികാരികൾ നേരത്തെ വ്യാപാരികൾക്ക് നൽകിയ നിർദ്ദേശമെങ്കിലും ഇപ്പോൾ വില ദിവസം തോറും ഉയർന്നു വരികയാണ്. കിലോയ്ക്ക് 220 രൂപയും കടന്ന് വില കുതിക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ വ്യാപാരികളും ഉപഭോക്താക്കളും തമ്മിൽ വാക്കുതർക്കവും പതിവായിട്ടുണ്ട്. വിഷുവും റമദാൻ വ്രതവുമെല്ലാം അടുത്ത സമയത്തുള്ള വില വർധനവിനെതിരെ പ്രതിഷേധവും വ്യാപകമായിട്ടുണ്ട്. കോഴിയിറച്ചിക്ക് ആവശ്യക്കാർ വർദ്ധിച്ചതും ആളുകൾ കോഴിയിറച്ചി കൂടിയ തോതിൽ വാങ്ങാൻ തുടങ്ങിയതും വില വർധനവിന് കാരണമായി പറയുന്നു. ആവശ്യമായതിന്റെ 20% പോലും ഇവിടെ കോഴി ഉൽപ്പാദിപ്പിക്കുന്നില്ലെന്നാണ് കണക്ക്. വൻകിട കമ്പനികളാണ് കോഴികൾ നൽകുന്നത്. നേരത്തെ ഇവർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കോഴികളെ കൊണ്ടുവന്ന് നൽകുകയായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ സംസ്ഥാനത്ത് തന്നെ ഒട്ടേറെ കർഷകർ വൻകിട കമ്പനികൾക്ക് വേണ്ടി കോഴി വളർത്തുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഫാമുകളിൽ നിന്നാണ് ഇപ്പോൾ സംസ്ഥാനത്ത് പ്രധാനമായി കോഴികളെ വിതരണം ചെയ്യുന്നത്. ഇതിനിടെ കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കോഴിയിറച്ചി വില അനിയന്ത്രിതമായി വർദ്ധിക്കാൻ കാരണം ഫാം ഉടമകൾ ആണെന്ന ആരോപണവുമായി വ്യാപാരികളും രംഗത്തെത്തി. തമിഴ്നാട്ടിൽ നിന്നും കോഴി വരുന്നില്ലെന്ന് പറഞ്ഞ് കൃത്രിമമായി വില വർദ്ധിപ്പിക്കുകയായിരുന്നു എന്നും വ്യാപാരികൾ ആരോപിച്ചു. ഈ നീക്കത്തിനെതിരെയും കൃത്രിമ വില വർധനയ്ക്കും അധികൃതർ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു. വ്യാപാരോത്സവം 2020-21 നറുക്കെടുപ്പ് ഉദ്ഘാടനവും സമ്മാന വിതരണവും നടന്നു. പുല്ലൂർ മുണ്ടേക്കാട്ട് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി സംസ്ഥാന പ്രസിഡന്റ് VKC മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. പുല്ലൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ഫൈസൽ ജോലേഴ്സും സംയുക്തമായി വ്യാപാരോത്സവം 2020-2021 സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി പുല്ലൂർ മുണ്ടേക്കാട് ഓഡിറ്റോറിയത്തിൽ നറുക്കെടുപ്പും സമ്മാന വിതരണവും നടന്നു. നറുക്കെടുപ്പ് ഉദ്ഘാടനവും സമ്മാന വിതരണ ഉദ്ഘാടനവും സംസ്ഥാന പ്രസിഡന്റ് VKC മുഹമ്മദ് കോയ MLA നിർവഹിച്ചു. ഗവൺമെന്റിന്റെ മുമ്പിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ മുമ്പിൽ നമ്മൾ ഒരുപാട് വ്യാപാരികൾക്ക് വേണ്ടി ഒരുപാട് വിഷയം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്ന്, ഈ വ്യാപാരി വാടകക്കാരുടെ വാടക നിയമം അത് അടിയന്തരമായി നമ്മൾ കുറേ നാളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അത് അടിയന്തരമായി നടപ്പിലാക്കണം. പിന്നെ അതുപോലെ ഒഴിപ്പിക്കപ്പെടുന്ന വികസനത്തിന് വേണ്ടി ഒഴിപ്പിക്കപ്പെടുന്ന ആളുകൾക്ക് അവർക്ക് പുനരധിവാസം സൗകര്യം ഏർപ്പാടാക്കണം. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ ആവശ്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഈ നമ്മുടെ പ്രകടന പത്രികയിൽ തന്നെ വ്യാപാരം അതിനെ ഒരു പ്രത്യേകം ഒരു പദ്ധതി തന്നെ ആവിഷ്കരിക്കുമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ അജണ്ടയിൽ പറയുന്നുണ്ട്, അതിന്റെ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. യൂണിറ്റ് സെക്രട്ടറി TM മുസ്തഫ അധ്യക്ഷത വഹിച്ചു. ഫൈസൽ ജുവലേഴ്സ് MD ഫൈസൽ ബാബു, EP ഉമ്മർ ഹാജി, തലക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ, T ഇസ്മായിൽ, മോഹനൻ, CP വേലായുധൻ, ഹംസ പുല്ലാട്ടിൽ, കാസിം വാടി, സീനത്ത് ഇസ്മായിൽ, മയൂര ജലീൽ, KK ജാഫർ, TK ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഇശൽ നൈറ്റും നടന്നു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നിരവധി കുടുംബങ്ങളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. താമരശ്ശേരി രൂപതാധ്യക്ഷൻ മാർ റെമീജിയോസ് ഇഞ്ചാനിയൽ തിരൂർ സെന്റ് മേരീസ് പള്ളി സന്ദർശിച്ചു. വികാരി ഫാദർ വിൽസൺ മുണ്ടത്തുകുന്നേലും ഇടവക അംഗങ്ങളും ചേർന്ന് സ്വീകരിച്ചു. താമരശ്ശേരി രൂപതാധ്യക്ഷൻ മാർ റെമീജിയോസ് ഇഞ്ചനാനിയിൽ തിരുത്താഴപ്പാലം സെന്റ് മേരീസ് പള്ളി സന്ദർശിച്ചു. ഈസ്റ്ററിന് ശേഷമുള്ള പൊതു ഞായറാഴ്ചയാണ് അദ്ദേഹം പള്ളിയിലെത്തിയത്. സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ വിൽസൺ മുട്ടത്തുകുന്നേലും ഇടവക അംഗങ്ങളും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. അങ്ങയിൽ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ നിയോഗങ്ങൾ, ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികൾ എല്ലാം ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നതിനുള്ള കൃപയും ഞങ്ങൾക്ക് നൽകണമേ. തുടർന്ന് ബിഷപ്പ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. വിശ്വാസികൾക്ക് ആശീർവാദം നൽകി. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി വെട്ടം പഞ്ചായത്ത് 15-ാം വാർഡ് പടിയം പ്രദേശത്ത് മത്സ്യകൃഷി വിളവെടുപ്പും വിൽപ്പനയും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി മുല്ലയിൽ ഉദ്ഘാടനം ചെയ്തു. മത്സ്യകൃഷി വിളവെടുപ്പും വിൽപ്പനയും സംഘടിപ്പിച്ചു. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി വെട്ടം പഞ്ചായത്ത് 15-ാം വാർഡ് പടിയം പ്രദേശത്ത് വീട്ടുവളപ്പിലെ മത്സ്യകൃഷി പടുതാക്കുളം വിളവെടുപ്പും വിൽപ്പനയും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി മുല്ല ഉദ്ഘാടനം നിർവഹിച്ചു. 100% വിളവെടുപ്പ് ലോക്ക്ഡൗൺ സമയത്ത് തുടങ്ങിയ ഒരു സംരംഭമാണ്. ഭക്ഷ്യസുരക്ഷ വരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സർക്കാർ ഇത് നടപ്പിലാക്കിയത്. നമുക്ക് വെട്ടം പഞ്ചായത്തിൽ 16 കർഷകരോളം ഇപ്പോൾ വീട്ടുമുറ്റത്തെ മത്സ്യകൃഷി പടിതാക്കുളം എന്ന് പറയും അത് നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ആദ്യത്തെ വിളവെടുപ്പാണ് നമ്മുടെ പടിയത്തെ മൻസൂറിൻ്റെ വീട്ടിൽ വെച്ച് നടത്തുന്നത്. വിഷമില്ലാത്ത പച്ചക്കറി ഉൽപ്പന്നങ്ങൾ പലരും ചെയ്തിട്ടുണ്ട്. അതുപോലെ മത്സ്യവും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. മത്സ്യകൃഷി പ്രൊമോട്ടർ CP ജലീൽ അധ്യക്ഷത വഹിച്ചു. PV രാജു, മൻസൂർ പടിയം തുടങ്ങിയവർ സംസാരിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ പരീക്ഷണാർത്ഥത്തിൽ നടത്തിയൊരു പദ്ധതിയാണ്. ഏകദേശം വിജയകരമായിട്ടാണ് ഇത് നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. അതിൻ്റെ വിളവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വെട്ടം പഞ്ചായത്തും അതുപോലെ തന്നെ ഫിഷറീസ് വകുപ്പുമാണ് നമുക്കിതിനുള്ള എല്ലാ സഹായങ്ങളും നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ ഫിഷറീസ് കോർഡിനേറ്റർ ജലീൽ പറവണ്ണ അദ്ദേഹം നമുക്ക് എല്ലാ നിർദ്ദേശങ്ങളും കാര്യങ്ങളും തന്നിട്ടുണ്ട്. ഈ നമ്മുടെ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഉണ്ടായ തൊഴിൽ ക്ഷാമവും പ്രശ്നങ്ങളും നിൽക്കുന്ന സാഹചര്യത്തിലാണ് ചെറുപ്പക്കാർ കൂടുതൽ ഈ മേഖലയിലേക്ക് വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു പരിപാടി ആരംഭിക്കുകയാണ്. ഏകദേശം 1 ലക്ഷം രൂപയോടുകൂടി ഈ പദ്ധതി ചിലവ് വരുന്നുണ്ട്. അതിന് 50% അടുത്ത് സർക്കാർ സബ്സിഡി ആയിട്ട് നൽകാമെന്ന് പറഞ്ഞിരുന്നു. ഏകദേശം ആദ്യ കൂടി സബ്സിഡിയും നമുക്ക് ലഭിച്ചു. വെട്ടം പഞ്ചായത്തിൽ തന്നെ ആദ്യമായിട്ടാണ് മറ്റു പഞ്ചായത്തുകളെ അപേക്ഷിച്ച് വളരെ നേരത്തെ തന്നെ ഇതിന് സബ്സിഡിയും നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് പ്രദേശവാസികളും ഭാരവാഹികളും പങ്കെടുത്തു. കഴിഞ്ഞ ഒക്ടോബറിലാണ് മത്സ്യകൃഷിക്ക് തുടക്കമിട്ടത്. 1.25 ലക്ഷത്തിൽ 23,000 രൂപയാണ് ഇതിനായി സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ 40% സബ്സിഡിയാണ്. ഇതിന്റെ 75% പഞ്ചായത്തും 25% ഫിഷറീസ് വകുപ്പുമാണ് നൽകുക. കവി മുരുകൻ കാട്ടാക്കടയ്ക്കെതിരായ വധഭീഷണിയിൽ പ്രതിഷേധിച്ച് പുരോഗമന കലാ സാഹിത്യ സംഘം തെരുവിൽ പാട്ടരങ്ങ് സംഘടിപ്പിച്ചു.
മുരുകൻ കാട്ടാക്കട രചിച്ച മനുഷ്യനാകണമെന്ന ഗാനം താനൂർ ബസ് സ്റ്റാൻഡിൽ അവതരിപ്പിച്ചാണ് പ്രതിഷേധിച്ചത്. പ്രശസ്ത കവി മുരുകൻ കാട്ടാക്കടക്കെതിരായ വധഭീഷണിയിൽ പ്രതിഷേധിച്ച് പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ തെരുവിൽ പാട്ടരങ്ങ് സംഘടിപ്പിച്ചു. താനൂർ ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടിയിൽ ചോപ്പ് എന്ന സിനിമയ്ക്കായി മുരുകൻ കാട്ടാക്കട രചിച്ച മനുഷ്യനാകണം എന്ന ഗാനം പാടിക്കൊണ്ടാണ് പ്രതിഷേധിച്ചത്. മനുഷ്യനാകണം ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ, നിനക്കു ഞങ്ങൾ പേരിടുന്നതാണ് മാർക്സിസം. മനുഷ്യനാകണം മനുഷ്യനാകണം. പുരോഗമന കലാസാഹിത്യ സ്റ്റേറ്റ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് രാജേഷ് പൂക്കാട് ഉദ്ഘാടനം ചെയ്തു. പുരോഗമന കലാസാഹിത്യ താനൂർ മേഖലാ പ്രസിഡന്റ് വി സത്യാനന്ദൻ അധ്യക്ഷത വഹിച്ചു. പി ശങ്കരൻ, മലയിൽ പ്രഭാകരൻ, നഗരസഭാ കൗൺസിലർ പി അക്ബർ, സെക്രട്ടറി കെ ചന്ദ്രൻ, സി മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊന്നു ഞങ്ങളെ കൊന്നു തള്ളിടാം, എങ്കിലെന്ത് തോൽക്കുകില്ലതാണു മാർക്സിസം. മനുഷ്യനാകണം മനുഷ്യനാകണം. പ്രഥമ ശുശ്രൂഷ അപകട ദുരന്ത രക്ഷാപ്രവർത്തന പരിശീലനം സംഘടിപ്പിച്ചു. സ്കൈ ബ്ലൂ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് തലക്കെടുത്തൂരിന്റെ നേതൃത്വത്തിലാണ് പരിശീലനം സംഘടിപ്പിച്ചത്. സ്കൈ ബ്ലൂ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് തലക്കെടുത്തൂരിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ചാണ് കേരള സിവിൽ ഡിഫൻസ് മലപ്പുറത്തിന്റെ സഹകരണത്തോടെ പ്രഥമ ശുശ്രൂഷ അപകട ദുരന്ത രക്ഷാപ്രവർത്തന പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചത്. തലക്കെടുത്തൂർ ലിവാവുൽ ഹുദ മദ്രസ ഹാളിൽ നടന്ന പരിപാടിയിൽ കേരള സിവിൽ ഡിഫൻസ് ജില്ലാ ടീമിലെ അംഗങ്ങളായ സിവിൽ ഡിഫൻസ് ഡിവിഷണൽ വാർഡൻ അനൂപ് വെള്ളില, അൻവർ ശാന്തപുരം, വാർഡൻ അബ്ദുൽ മനാഫ്, ഷോബിൻ മുർക്കത്ത് എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി. വാഹനാപകടം, കുഴഞ്ഞുവീഴൽ, പൊള്ളലേൽക്കൽ, തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങൽ തുടങ്ങിയ സാഹചര്യങ്ങളിലെ പ്രഥമ ശുശ്രൂഷകളെക്കുറിച്ചും ഗ്യാസ് ചോർച്ച, വെള്ളപ്പൊക്കം, സിലിണ്ടർ പൊട്ടിത്തെറിക്കുക, മുങ്ങിമരണം, തീപിടുത്തം തുടങ്ങിയ ദുരന്ത സാഹചര്യങ്ങളിലെ രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു. ക്ലബ്ബ് ഭാരവാഹികളായ കെ അർഷാദ്, ടി റാഫി, പി സാദിഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. വിങ്സ് ഓഫ് പാലച്ചിറമാടിന്റെ നേതൃത്വത്തിൽ സൗജന്യ PSC ഓൺലൈൻ രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. പെരുവണ്ണ ക്ലാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിബാസ് മൊയ്തീൻ രജിസ്ട്രേഷൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സർക്കാർ സേവനങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കൽ, PSC കോച്ചിംഗ് എന്നീ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വിങ് ഓഫ് പാലച്ചിറമാടാണ് രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചത്. പെരുവണ്ണ ക്ലാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിബാസ് മൊയ്തീൻ രജിസ്ട്രേഷൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലുള്ള എല്ലാ 10ാം ക്ലാസ് പരീക്ഷ, 10ാം ക്ലാസ് പാസ്സായ SSLC സർട്ടിഫിക്കറ്റ് മേലേക്കുള്ള എല്ലാവരെയും ഇത്തരം മത്സര പരീക്ഷകൾ നേരിടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവിടെ അതിനെ അപേക്ഷിപ്പിക്കലും, ഒന്നാമത് അഭ്യസിപ്പിക്കുക എന്നുള്ളതാണ്. എല്ലാവരെയും അപേക്ഷിപ്പിക്കുക. അതിനുശേഷം എല്ലാവർക്കും പരീക്ഷ എഴുതാൻ വേണ്ട മാനസിക പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഏതായാലും വളരെ മഹത്തായ ഒരു സംഗതിയാണ് നമ്മൾ നടത്താൻ പോകുന്നത്. വിങ്സിന്റെ സേവനം മാതൃകാപരമാണെന്നും പെരുവണ്ണ പഞ്ചായത്തിൽ യോഗ്യരായ എല്ലാവർക്കും PSC രജിസ്ട്രേഷൻ നടത്താനുള്ള സൗകര്യം ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. പെരുവണ്ണ ക്ലാരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുസ്തഫ കളത്തിങ്ങൽ, ഫൈസൽ കെ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. അൻവർ സാജിദ് P അധ്യക്ഷനായിരുന്നു. അസ്സൈനാർ മാസ്റ്റർ സ്വാഗതവും സൈനുൽ ആബിദ് KP നന്ദിയും പറഞ്ഞു. തിരു ഫാർമേഴ്സ് ക്ലബിന്റെ ആഗ്രോ ഫാം വെട്ടം പരിയാപുരത്ത് പ്രവർത്തനം ആരംഭിച്ചു. പച്ചാട്ടിരി റോഡിൽ വെട്ടം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ഉദ്ഘാടനം ചെയ്തു. തിരു ആഗ്രോ ഫാമിന്റെ കീഴിൽ TFC ആഗ്രോ ഫാമിന്റെ ഉദ്ഘാടനം വെട്ടം പരിയാപുരത്ത് പച്ചാട്ടി റോഡിൽ വെട്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP രജനി നിർവഹിച്ചു. ചടങ്ങിൽ TFC പ്രസിഡന്റ് നെടുവഞ്ചേരി കുഞ്ഞിബാവ അധ്യക്ഷനായിരുന്നു. ആദ്യ വിൽപ്പന തിരു അർബൻ ബാങ്ക് പരിയാപുരം ബ്രാഞ്ച് മാനേജർ A രവി നിർവഹിച്ചു. ചടങ്ങിൽ ഭാരവാഹികളായ ഇബ്രാഹിം ചന്ദ്ര, ദിൽഷാദ് R, മൻസൂർ കുറുമ്പടി, ആരിഫ, ജസി താജുദ്ദീൻ, നൂർ മുഹമ്മദ്, സൈനുദ്ദീൻ എടപ്പാൾ, ലിയാഖത്ത് അലി, സലാം പുത്രത്താണി, സലീം കൈനിക്കര, T അഫ്സൽ, നസ്രു തിരുനാവായ, സക്കീർ ബാബു കൊടിഞ്ഞി, ഷെഫീഖ് വെറൈറ്റി തുടങ്ങിയവർ നേതൃത്വം നൽകി. വിശാലമായ പാർക്കിംഗ് സൗകര്യമുള്ള സ്ഥലത്ത് സ്വദേശി വിദേശി ഫലവൃക്ഷ തൈകൾ, വിവിധ ഇനം പൂച്ചെടികൾ തുടങ്ങി എല്ലാവിധ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും ഉപകരണങ്ങളുടെയും വിപുലമായ ശേഖരം തന്നെയാണ് ഫാമിൽ ഒരുക്കിയിട്ടുള്ളത്. തിരു ഹൃദയാലയ കാർഡിയോളജി വിഭാഗം സംഘടിപ്പിക്കുന്ന സൗജന്യ കാർഡിയോളജി വിഭാഗം മെഡിക്കൽ ക്യാമ്പ് തിങ്കളാഴ്ച തിരൂർ നഴ്സിംഗ് ഹോമിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോവിഡ് വർധനവിൽ ആശങ്കയോടെ ജില്ല. കോവിഡ് പോസിറ്റീവായവരുടെ എണ്ണം 500 കടന്നതോടെയാണ് ആശങ്കയേറിയത്. 700 കടന്ന ഇന്ന് കോവിഡ് രോഗികൾ. രോഗം സംസ്ഥാനത്ത് ഇന്ന് 6986 പേർക്ക്. മന്ത്രി KT ജലീൽ മന്ത്രിയായി തുടരാൻ അർഹതയില്ലെന്നാരോപിച്ച് UDYF താവനൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ചമർവട്ടത്ത് പ്രകടനം നടത്തി. ചമർവട്ടം പാലം ഉപരോധിച്ചു. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി വെട്ടം പഞ്ചായത്ത് 15ാം വാർഡ് പടിയം പ്രദേശത്ത് മത്സ്യകൃഷി വിളവെടുപ്പ് നടത്തി.
വിങ്സ് ഓഫ് പാലച്ചുരമാടിന്റെ നേതൃത്വത്തിൽ സൗജന്യ PSC ഓൺലൈൻ രജിസ്ട്രേഷൻ ക്യാമ്പുകൾക്ക് തുടക്കമായി. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.